ഓം നമോ ഭഗവതേ രുദ്രായ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രത്തിലെ ചമകത്തിൽ ഒന്നാം അനുഭാഗത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത്. ഇന്ന് രണ്ടാമത്തെ അനുഭാഗത്തിൻ്റെ ചമകം രണ്ടാമത്തെ അനുഭാഗത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. ആദ്യം ആ മന്ത്രം ചൊല്ലാം ഞാൻ, അതിനുശേഷം വ്യാഖ്യാനം തുടങ്ങും. ഓം ജ്യേഷ്ഠ്യഞ്ച മഹാധിപത്യഞ്ജമേ മന്യച്ഛമേ ഭാമച്ഛമേ അമച്ഛമേ അമ്പച്ഛമേ ജയമാചമേ മഹിമാചമേ വരിമാചമേ പൃഥ്വാചമേ വർഷ്മാചമേ ദ്രാഗൂയാചമേ വൃദ്ധഞ്ചമേ വൃദ്ധിച്ഛമേ സത്യഞ്ചമേ ശ്രദ്ധാചമേ ജഗശ്ചമേ ധനഞ്ജമേ വശശ്ചമേ തുഷിച്ഛമേ ക്രീഡാചമേ മോദശ്ചമേ ജാതഞ്ചമേ ജനിഷ്യമാണഞ്ചമേ സൂക്തം ചമേ സുഹൃതം ചമേ വിത്തം ചമേ വേദ്യം ചമേ ഭൂതം ചമേ ഭവിഷ്യശ്ചമേ സുഖം ചമേ സുഭൃതം ചമർദ്ധം ചമർദ്ധിശ്ചമേ ക്ലുപ്തം ചമേ കൃപ്തിച്ഛമേ മതിശ്ചമേ സുമതിശ്ചമേ. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥം നോക്കാം. ജ്യേഷ്ഠ്യം ചമേ. ജ്യേഷ്ഠ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശസ്തതമത്വം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പ്രസിദ്ധനാവുക എന്നർത്ഥം. പ്രസിദ്ധനാവുക എന്ന് പറഞ്ഞാൽ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവനായി തീരുക. അപ്പം പ്രശസ്ത തമത്വം, കൂടുതലായിട്ട് പ്രശസ്തനായിത്തീരുക. ഇപ്പോൾ ജ്യേഷ്ഠ്യം കൽപ്പതാം, ആ പ്രശസ്തതമത്വം, ആ പ്രശസ്തമാവുക എന്നുള്ള അവസ്ഥ, അതാ പ്രശസ്തനാവുക, പ്രശസ്തനാക്കിയാലും അഥവാ പ്രശസ്തത ലഭ്യമാക്കിയാലും ദദ്യതാം എന്നർത്ഥം. പിന്നെ ആധിപത്യം, ജ്യേഷ്ഠഞ്ച മഹാധിപത്യം, ജ്യേഷ്ഠം ചമേ പിന്നെ മഹാധിപത്യം ചമേ ചമ മമ എനിക്ക് കൽപ്പതാം തന്നാലും. ആധിപത്യം, ആധിപത്യം എന്ന് പറഞ്ഞാൽ സ്വാമിത്വം, യജമാനത്വം എന്നർത്ഥം. സമൂഹത്തിൽ ഉയർന്ന പൊസിഷൻ, അതായത് എൻ്റെ കീഴിൽ ഒരുപാട് പേര്. ഇപ്പോൾ ലാൻഡഡ് പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിൽ ജന്മി. അപ്പോൾ ആധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു, അഥവാ ഞാൻ നടത്തുന്നു എന്നർത്ഥം. എല്ലാത്തിനും യജമാനനായിരിക്കുക. അപ്പോൾ ആ യജമാനത്വം, മാസ്റ്റർ യജമാനത്വം തന്നാലും അധിപതിയായിരിക്കുക എന്നർത്ഥം. അതാണ് സ്വാമിത്വം എന്ന് പറയുന്നത്, ആധിപത്യം. അപ്പോൾ ആധിപത്യം മമ ആധിപത്യം കൽപ്പതാം, എനിക്ക് ആധിപത്യത്തെ ലഭ്യമാക്കിയാലും ദദ്യതാം എന്നർത്ഥം. പിന്നെ മന്യുച്ഛമേ, മന്യു ച മേ മമ എനിക്ക്, മന്യുച്ഛമേ. ഇപ്പോൾ മന്യും കൂടെ തരിക. മന്യു എന്താണ്? മന്നു രോഷം, ആങ്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നർത്ഥം. മന്യുഹു, മന്യുഹു കൽപ്പതാം മമ, മന്യുഹു കൽപ്പത എനിക്ക് മന്യുവിനെയും തന്നാൽ. മന്യു എന്ന് പറഞ്ഞാൽ കോപം. എന്താ കോപത്തെ തന്നെ അല്ല, നമ്മളെല്ലാവരും ശാന്തരായിരിക്കണം എന്നാണ് ആഗ്രഹിക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഉണ്ട്. ഉചിതമായ സമയത്ത് വേണമെങ്കിൽ കോപപ്പെടേണ്ട സമയത്ത് കോപപ്പെടുക എന്നതാണ്. കോപം രണ്ടെണ്ണം, ഒന്ന് ആന്തരിക രോഷം, ധാർമ്മിക രോഷം. അത് ആന്തരിക രോഷം എന്നുള്ളതാണ് ഇവിടെ മന്യുഹു കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആന്തരിക, അതായത് അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന അവസരത്തിൽ മനസ്സിൽ നമുക്ക് കോപം ജനിക്കപ്പെടും. അഥവാ അധാർമികത കണ്ടു കഴിഞ്ഞാൽ, അധാർമിക പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉള്ളിൽ കോപം ഉണ്ടാവണം. അതാണ് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അധാർമികതയെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് നിത്യജീവിതത്തിൽ. മൊത്തമേ അധാർമികതയാണ് നാട്ടിൽ മുഴുവൻ നടക്കുന്നത്. അത് കണ്ടിട്ടും യാതൊരു കൂസലവും കണ്ടിട്ട് പോകുന്ന ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അതായത്
പ്രതികരണശേഷി നഷ്ടപ്പെട്ട ജനങ്ങളാണുള്ളത്. വല്ലവരും വലതും പറയുന്നത് അത് കേട്ട് നടക്കുക. അതായത് മുമ്പേ ഗമിച്ചീട്ടന് ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളാം എന്ന് പറഞ്ഞ മാതിരി ഒരു നേതാവ് ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് എന്തോ അത് ധർമ്മമാണോ അധർമ്മമല്ല, ബ്ലൈൻഡായിട്ട് അന്ധമായി വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോവുക, പ്രതികരണശേഷിയും ഇല്ലായ്മ. പക്ഷെ അങ്ങനെ ആവരുതെന്നർത്ഥം. സ്വതന്ത്ര ബുദ്ധിയുള്ളവനായിരിക്കണം. അപ്പോൾ അതാണ് പറയുന്നത്, അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന ഉള്ളിൽ രോഷമുണ്ടാകണം. ആ രോഷത്തെ എനിക്ക് തന്നാലും ദദ്യതാം എന്നർത്ഥം. രോഷം ദദ്യതാം കൽപ്പതാം മമ എനിക്ക് മന്യുഹു മന്യുശ്ചമേ മന്യുഹു ദദ്യതാം കൽപ്പതാം. ഏത്? ധാർമ്മിക രോഷം. ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട്. ഒന്ന് മന്യുശ്ചമ, അടുത്തത് ഭാമക്ഷമ എന്ന് പറഞ്ഞത്. അതും പിന്നെ ദേഷ്യം രോഷം എന്നർത്ഥം തന്നെയാണ്. അപ്പോൾ ഇവിടെ മന്യുഹു എന്ന് പറഞ്ഞാൽ ഈ ധാർമ്മിക രോഷം ആന്തരിക രോഷമാണ്, ഉള്ളിലുള്ള ദോഷം. അത് ഉള്ളിലുണ്ടായിരുന്നുകൊണ്ട് മാത്രമായില്ല, നമ്മളത് പുറമേ കൂടി പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. അധാർമികതയ്ക്കെതിരെ നമ്മൾ ശബ്ദിക്കേണ്ടിയിരിക്കുന്നു. ആ കോപത്തെ നമ്മൾ പ്രകടിപ്പിക്കണം. അതിനാണ് ഭാമശ്ചമേ. അപ്പോൾ മന്യുശ്ചമേ എന്ന് പറഞ്ഞു, അത് ആന്തരിക രോഷമാണ്, ധാർമ്മിക രോഷം. ഈ ധാർമ്മിക രോഷത്തെ പുറമേ പ്രകടിപ്പിക്കുന്നതിന് ഭാമശ്ചമേ. ബാഹ്യരോഷം പ്രകടയിതും ശക്തി ദദ്യതാം. അതാണ് ഭാമശ്ചമേ. ഭാമഹ അതും രോഷം തന്നെയാണ്, പക്ഷേ ബാഹ്യപ്രകടനം അത് കാണിക്കണ്ടു. ഉള്ളിൽ ദേഷ്യം ഉണ്ടായതുകൊണ്ട് കാര്യമല്ല, ധാർമ്മിക രോഷം വന്നതുകൊണ്ട് കാര്യമല്ല. അധർമ്മത്തെ കാണുന്ന അർത്ഥത്തിൽ, അധാർമിക പ്രവൃത്തിയുടെ കാണുന്ന അർത്ഥത്തിൽ രോഷം ഉണ്ടായതുകൊണ്ട് കാര്യമല്ല, അത് പ്രവർത്തിപ്പിക്കാനും പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതാണ്. അതിനാണ് ഭാമശ്ചമേ. ആ കഴിവൂടെ എനിക്ക് തോന്നുന്നത് ഭാമശ്ചമയെ. ഭാമശ്ചമ എന്ന് പറഞ്ഞെങ്കിൽ ബാഹ്യരോഷം പ്രകടയിതും ശക്തി ധീയതാം കൽപ്പതാം. ബാഹ്യരോഷം പ്രകടിപ്പിക്കുന്നതിനായിട്ട് ആ രോഷത്തെ ഭാമശ്ചമേ, ആ രോഷത്തെ പുറമേ പ്രകടിപ്പിക്കാനായിട്ടുള്ള കഴിവിനെയും ധീയതാം ധീയതാം കൽപ്പതാം. ദദ്യത എന്ന് പറഞ്ഞു പോയാൽ ധീയതാം ആണ് കറക്റ്റ് പോലെ. ധീയതാം തന്നാലും. പിന്നെയുള്ളത് അമശ്ചമേ. അമഹ എന്ന് പറഞ്ഞെങ്കിൽ അപ്രമേയത്വം. എന്താ അപ്രമേയത്വം എന്ന് പറഞ്ഞെങ്കിൽ പ്രമേയം ചെയ്യാൻ പറ്റാത്തത്, അത് വിശദീകരിക്കാൻ പറ്റാത്തതാണ് അപ്രമേയത്വം എന്ന്. പ്രമേയം ചെയ്യാൻ പറ്റാത്തത്, വിവരിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെ അപ്രമേയത്വം എന്ന് പറഞ്ഞെങ്കിൽ അളക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ആർക്കാക്ക്? വിരോധിഭിഹി ഇയത്തയാ പരിച്ഛേത്തും അശക്യത്വം. വിരോധിഭിഹി ശത്രുഭിഹി ശത്രുക്കളാൽ എന്ത് ഇയത്തെ അല്പം വളരെ കുറച്ച് മാത്രം, അല്ലെങ്കിൽ തീരെ ഇല്ലാത്ത രീതിയിൽ എന്നെ അളക്കാൻ കഴിയാവൂ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ എന്നെ അളക്കാൻ പറ്റരുതെന്ന് അർത്ഥം. അതാണ് അമശ്ചമേ. കാരണം എന്നെ ശരിക്കും മെഷർ ചെയ്യുന്ന എൻ്റെ വീക്ക്നെസ്സുകൾ, വീക്ക് പോയിൻ്റ്, ദുർബലമായ ഭാഗങ്ങൾ കണ്ട് എവിടെയാണ് വീഴ്ച എന്ന് കണ്ട് എന്നെ ആക്രമിക്കാനായിട്ട്, എന്നെ വകവരുത്തുന്നതിനായിട്ട് അവർ ശ്രമിക്കും, ശത്രുക്കൾ. അപ്പോൾ ശത്രുക്കളെ സംബന്ധിച്ച് അവർ എന്തറിയാൻ പാടില്ല? എന്നെ പറ്റിയുള്ള അറിവുണ്ടാവരുതെന്നർത്ഥം. അതാണ് അമശ്ചമേ, അപ്രമേയത്വം. ശത്രുക്കൾ എന്നെപ്പറ്റി വ്യക്തമായിട്ട് അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാലല്ലേ എൻ്റെ ഭാഗത്ത് എവിടെയാണ് വീഴ്ചയുള്ളത് അവിടെ വന്ന് അടിക്കുക. അപ്പോൾ എന്നെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്, കണക്ക് കൂട്ടാനായിട്ട്, എൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനായിട്ട് അവർക്ക് കഴിയാതിരിക്കണം. അതാണ് അമശ്ചമേ. പിന്നെ അടുത്തത് അമ്പശ്ചമേ. അമ്പു എന്ന് പറഞ്ഞാൽ ജലം. അംബഹ അമ്പശ്ചമേ മമ അമ്പശ്ചമേ. ശൈത്യ ശീതളമായിട്ടുള്ള മാധുര്യ ഭേദം ഉദകം. മാധുര്യഭേദ ഉദകം. ഉദകം എന്ന് പറഞ്ഞ ജലം. ശീതളവും മാധുര്യവുമായിട്ടുള്ള ശുദ്ധജലമാണ് ഉദ്ദേശിക്കുന്നത്. ജലമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. മെറ്റീരിയലായിട്ടുള്ള അത്യാവശ്യമായിട്ട് ഭൗതികമായിട്ടുള്ള ഒരു വസ്തു നമുക്ക്
ഒഴിവാക്കാൻ പറ്റാത്തത് ജലമാണ്. അപ്പോൾ ശീതളമായതും മാധുര്യമായതുമായ ശീതള ശൈത്യ മാധുര്യോപേത ഉദകം, ശീതളമായതും മാധുര്യമായതുമായിട്ടുള്ള ശുദ്ധജലം ജലം ലഭ്യമാക്കിയാലും ദീയതാം. അംബശ്ചമേ ജയമാചമേ. ജയമാചമേ എന്ന് പറഞ്ഞാൽ ജയസാമർഥ്യം, എല്ലാ കാര്യങ്ങളും വിജയം വരിക്കാനുള്ള കഴിവിനെ തന്നാലും എന്നർത്ഥം. ജയസാമർഥ്യം ദീയതാം, ജയിക്കാനുള്ള സാമർഥ്യത്തെ കൽപ്പതാം തന്നാലും എന്നർത്ഥം. എല്ലാ മേഖലയിലും ജയിക്കാനായിട്ട് ജയമാചമേ, ജയിക്കാനുള്ള സാമർഥ്യത്തെ തന്നാലും കഴിവിനെ തന്നാലും. പിന്നെ മഹിമാചമേ, മമ മഹിമ കൽപ്പതാം ദീയതാം, മഹിമയെ തന്നാലും. എന്താണ് മഹിമ എന്ന് പറഞ്ഞാൽ? മഹത്വം. മഹത്വത്തെ തന്നാലും. മഹത്വം എങ്ങനെ ഉണ്ടാകുന്നു സമൂഹത്തിൽ? ഭിക്ഷക്കാരന് മഹത്വം ലഭ്യമല്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനത്തെ അലങ്കരിച്ചാൽ മാത്രമേ മഹിമ ഉണ്ടാവുകയുള്ളൂ. സമ്പത്തില്ലാത്തതിന് സമൂഹത്തിൽ വിലയില്ല, മഹിമയില്ല. അപ്പം അതുകൊണ്ട് മഹത്വം, മഹിമ എന്ന് പറഞ്ഞാൽ മഹത്വത്തെ തന്നാലും മഹത്വം കൽപ്പതാം ദീയതാം. മഹിമ, അപ്പോൾ മഹിമ എന്ന് പറഞ്ഞെങ്കിൽ സമ്പത്തിലൂടെ നേടിയെടുക്കുന്നത്. അത് സാമ്പത്തികമായിട്ടുള്ള സമ്പന്നനാണെങ്കിൽ എന്തുവരും? സമൂഹത്തിലൊരു വിലയുണ്ടാകും. അപ്പം അതിനെ തന്നാലും എന്നർത്ഥം. മഹിമയെ തന്നാലും. മഹിമ കൽപ്പതാം ദീയതാം, മമ ദീയതാം. അതായത് ജയം സമ്പാദിതം ധനാദി സമ്പത്തി. ജയം സമ്പാദിതം ധനാദി സമ്പത്തി. അതായത് സമ്പത്ത് നേടുന്നതിൽ വിജയം വരിക്കുക. ഇവിടെ നേരത്തെ ജയമാചമേ, സകലത്തിൽ വിജയം ലഭിച്ചാലും, അത് ജയസാമർഥ്യം ഉണ്ടായാലും, ജയിക്കുക മാത്രമല്ല സമ്പത്തിലൂടെ എന്ത് മഹിമയും എനിക്ക് ഉണ്ടാവട്ടെ. മഹിമാചമേ. പിന്നെ വരിമാചമേ. വരിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരണീയത്വം അഥവാ പൂജ്യത്വം. സമൂഹത്തിൽ പൂജിക്കപ്പെടുന്നവനായിട്ട്, ആരാധിക്കപ്പെടുന്നവനായിട്ട് ഞാൻ മാറട്ടെ എന്നർത്ഥം. പൂജ്യത്വം ദീയതാം കൽപ്പതാം. എനിക്ക് സമൂഹത്തിൽ പൂജ്യത്വത്തെ ആരാധിക്കപ്പെടുന്നവനായിട്ട് ഞാൻ തീരട്ടെ എന്നർത്ഥം. അങ്ങനെ ഒരു സ്ഥിതിയെ തന്നാലും. വരിമാചമേ പ്രതിമാചമേ. പ്രതിമ എന്ന് പറഞ്ഞെങ്കിൽ ഗൃഹക്ഷേത്രാദി വിസ്താരക. ഗൃഹവും ക്ഷേത്രം എന്ന് പറഞ്ഞെങ്കിൽ ലാൻഡഡ് പ്രോപ്പർട്ടി, കൃഷിസ്ഥലങ്ങളും മറ്റും. ഇത് ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ എനിക്ക് തന്നാലും എന്നാണ്. പ്രതിമാചമയെന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടം പോലെ ഇത് സ്ഥാവര ജംഗമ സ്വത്തുക്കൾ, സമ്പത്തുകൾ എനിക്ക് തന്നാലെന്നർത്ഥം. അതായത് ഗൃഹവും നല്ല വീടും രമണീയമായ വീടും അതുപോലെ തന്നെ ലാൻഡഡ് പ്രോപ്പർട്ടിയും ഭൂമിയും കൃഷിസ്ഥലവും എനിക്ക് ലഭ്യമാക്കിയാലും കൽപ്പതാം. ഇതെല്ലാം ഒരു മനുഷ്യന് ആവശ്യമാണ്, മനുഷ്യനായിട്ട് സുഖകരമായിട്ട് ജീവിക്കാനായിട്ട് എന്നർത്ഥം. ഒരു മനുഷ്യൻ സുഖമായിട്ട് ജീവിക്കാനായിട്ട്, അലലില്ലാതെ ജീവിക്കാനായിട്ട്, സമൂഹത്തിൽ മാന്യതയോടെ ജീവിക്കാനായിട്ട് സാധിക്കണമേ എന്നാണ് ഇതിലൂടെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. വർഷ്മാചമേ. വർഷ്മ എന്ന് പറഞ്ഞെങ്കിൽ പുത്ര പൗത്രാദി ശരീരാണി. പുത്രന്മാർക്കും അതുപോലെ പൗത്രന്മാർക്കും എന്നാൽ പുത്രന്മാരുടെ പുത്രന്മാർക്കും ശരീരാണി, നല്ല ശരീരത്തെ കൊടുത്താലും, ആരോഗ്യകരമായ ശരീരത്തെ കൊടുത്താലും. കാരണം ഈ പുത്രന്മാർക്കും അതുപോലെ തന്നെ പൗത്രന്മാർക്കും ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഏത് കുലം തഴച്ചു വളരുകയുള്ളൂ. അത് മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് വർഷ്മാചമയെ, എൻ്റെ പാരമ്പര്യം നിലനിർത്തണമെങ്കിൽ എനിക്ക് എൻ്റെ കാരണവന്മാർ തന്നിരിക്കുന്ന ഈ പാരമ്പര്യം അത് നിലനിർത്തണമെങ്കിൽ എനിക്കും എൻ്റെയും സന്തതി പരമ്പരകൾ
എന്തായിരിക്കണം? ആരോഗ്യമുള്ളവരായിരിക്കണം, നല്ല ശരീരങ്ങൾ ഉള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് വർഷ്മ പുത്രപൗത്രാദി ശരീരാണി എന്ന് പറയുന്നത്. പുത്രന്മാരുടെയും വർഷ്മാചമേ മമ വർഷ്മാചമേ വർഷ്മ കൽപ്പതാം തീയതാം. വർഷ്മ തന്നാലും എന്ന് പറഞ്ഞാൽ പുത്രപൗത്രാദി പൗത്രാദികൾക്ക് നല്ല ശരീരത്തെ ലഭ്യമാക്കിയാലും. പിന്നെ ദ്രാഗുയാച്ചമേ, എന്താ ദ്രാഗുയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്രപൗത്രന്മാർക്ക് പുത്രപൗത്രാദി വിഷയം ദീർഘായുഹു. ഈ പുത്രപൗത്രന്മാർ ആരോഗ്യമുള്ള ശരീരം മാത്രം ഉണ്ടായാൽ പോരാ, പിന്നെ എന്താണ്? ദ്രാഗുയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുസ്സും ഉണ്ടായിരിക്കണം, ലോങ് ലൈഫ്, ദീർഘായുസ്സും ഉണ്ടായിരിക്കണം അവർക്ക്. അതിനെയും ലഭ്യമാക്കിയാലും ദ്രാഗുയ സമയം എന്ന് പറഞ്ഞെങ്കിൽ ദ്രാഗുയ കൽപ്പതാം ദീയതാം തന്നാലും, ദ്രാഗുയ തന്നാലും പുത്രപൗത്രന്മാർക്ക് ദീർഘായുസ് തന്നാലും എന്നർത്ഥം. അത് എങ്കിൽ മാത്രമേ, അതായത് ദീർഘത്വം എന്ന് പറയുന്ന അർത്ഥത്തിൽ ഈ പരമ്പര കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരിക്കണം എന്നർത്ഥം. ഈ പുത്രപൗത്രന്മാർക്ക് ആദ്യം എന്താണ്? വർഷ്മാചമം നല്ല ശരീരത്തെ കൊടുക്കണമെന്നാണ്, ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചിരിക്കുന്നു. പിന്നെ ദ്രാവ്യ ഈ പുത്രപൗത്രാദികൾക്ക് ദീർഘത്വം ഉണ്ടാവണം. ദീർഘത്വം ഒന്ന് ദീർഘായുസ്, മറ്റൊന്ന് എന്ന് പറയുന്നത് ലീനിയേജ്, ഈ പരമ്പര അങ്ങനെ അവിഛിന്നമായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം എന്നർത്ഥം. ദ്രാഗുയാചമയം എന്ന് പറയുമ്പോൾ അതായത് അവിഛിന്ന സന്തതി പരമ്പര, ഭംഗപ്പെടാത്ത സന്തതികൾ, കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള സന്തതി പരമ്പരകൾ, നല്ല സന്തതി പരമ്പരകളെ തന്നാലും ഈ തലമുറ അങ്ങനെ അനവരതം കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടു പോകട്ടെ എന്നർത്ഥം. ഒരിക്കലും അത് അവസാനിക്കാതിരിക്കട്ടെ ഏത് എൻ്റെ ഈ പാരമ്പര്യം എന്ന് പറയുന്നത്. അതാണ് ദ്രാഗുയാചമം. പിന്നെ വൃദ്ധം ജമേ, വൃദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യം എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഈ വാർദ്ധക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യം കൊണ്ട് ജ്ഞാനം എന്നർത്ഥം, അറിവെന്നർത്ഥമുണ്ട്. ഇവിടെ പ്രഭൂതമന്നം, ഇഷ്ടം പോലെ ഭക്ഷണം, അന്നം, ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ നമുക്ക് അന്നം എന്ന് പറയാം. പിന്നെ ധനവും, അതാണ് വൃദ്ധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് മാത്രം പോരാ, അറിവെന്ന് പറയും, ജ്ഞാനമെന്ന് പറയുന്നത്. വൃദ്ധം വാർദ്ധക്യം ബാധിക്കുന്ന അവസരത്തിലാണ്, അഥവാ വൃദ്ധനെ നമ്മൾ ജ്ഞാനി എന്നാണ് പറയുന്നത്. വൃദ്ധന്മാരുണ്ട്, ജ്ഞാനമില്ലാത്തവരുണ്ട്, തല നരച്ചവർ. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വൃദ്ധജം എന്ന് പറഞ്ഞെങ്കിൽ അപാരമായിട്ടുള്ള ജ്ഞാനത്തെ തന്നാലും എന്നർത്ഥമാണ്. പിന്നെ ഇതും കൂടെ പറയാം, സമ്പത്തിനെ തന്നാലും എന്ന് പറഞ്ഞിട്ട് വൃദ്ധം. പിന്നെയുള്ളത് വൃദ്ധിശ്ചമേ. വൃദ്ധി എന്ന് പറഞ്ഞാൽ ഉയർച്ചയാണ്. അപ്പം ജ്ഞാനം തന്നതുകൊണ്ടായില്ല, അല്ലെങ്കിൽ ധനം തന്നതുകൊണ്ടായില്ല. ധനവും വേണം, ജ്ഞാനവും വേണം. രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൗതികമായതും ലൗകികമായതും അതുപോലെ തന്നെ ആധ്യാത്മികമായതുമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടും വേണം, എങ്കിലേ മനുഷ്യ ജന്മം പൂർണ്ണമാവുള്ളൂ എന്നർത്ഥം. അപ്പോൾ പൂർണ്ണമായിട്ട് ജീവിക്കുന്നതിന് ജന്മം പൂർണ്ണതയോടെ ജീവിക്കുന്നതിനായിട്ടുള്ള ആവശ്യങ്ങളാണ്. അത് സ്പിരിച്വലായിട്ടുള്ളതും വേണം, ഭൗതികമായിട്ടുള്ളതും വേണം. ഭൗതികമായിട്ടുള്ളത് എസൻഷ്യലാണ്. ഭൗതികമായിട്ടുള്ളതെങ്കിൽ മാത്രമേ ഈ ശരീരത്തിൽ തന്നെ നിലനിർത്താൻ സാധ്യമാവുള്ളൂ. ശരീരമുണ്ടെങ്കിലല്ലേ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാവുള്ളൂ. അപ്പോൾ ഇവിടെ വൃദ്ധിശ്ചമേ, വൃദ്ധി എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തിൻ്റെ ഉത്കർഷം ഉണ്ടാവട്ടെ എന്നർത്ഥം. വിദ്യാദി ഗുണൈർ ഉത്കർഷഃ, വിദ്യാദി ഗുണൈഃ ഉത്കർഷഃ അഭിവൃദ്ധിഃ ഉത്കർഷഃ തീയതാം കൽപ്പതാം. ഈ ജ്ഞാനത്താൽ വൃദ്ധി എന്ന് വെച്ചാൽ വളർച്ച എന്നർത്ഥം. അപ്പോൾ ഈ വിദ്യ കൊണ്ട്, ജ്ഞാനം കൊണ്ടുള്ള ഉയർച്ച, അതിന് ജ്ഞാനത്തിൻ്റെ ഉയർച്ചയും എനിക്കുണ്ടാവട്ടെ എന്നർത്ഥം. എന്നിൽ ജ്ഞാനം വളരട്ടെ, അങ്ങനെ ഒരു സ്ഥിതിയെ തന്നാലും ദീയതാം എന്നർത്ഥം. വൃദ്ധിഷ്ടമേ
സത്യം ച മേ, യഥാർത്ഥ ഭാഷണം, സത്യം, സത്യം മാത്രം പറയാനുള്ള ഒരു തൻ്റെ ഇടത്തെ തരിക എന്നർത്ഥം. സത്യം ച മേ, സത്യമായിട്ടുള്ളത് എന്ത്? വേദം സത്യമാണ്. അപ്പം സത്യമായ വേദത്തെ അണയാനായിട്ടുള്ള അവസരത്തെ തന്നാലും എന്ന് കിട്ടുന്നത്. അപ്പോൾ സത്യം, യഥാർത്ഥ ഭാഷണം, സത്യം സംസാരിക്കുന്നതിനായിട്ട്, ഭാഷണം ചെയ്യുന്നതിനായിട്ട് ഉള്ള കഴിവിനെ തന്നാലും എന്നർത്ഥം. സത്യം ചമേ, സത്യം ചമേ, ശ്രദ്ധാ ചമേ. ശ്രദ്ധ, താല്പര്യം എന്നുള്ള അർത്ഥമുള്ള ശ്രദ്ധ, ശ്രദ്ധയിൽ നിന്നാണ് ശ്രാദ്ധം എന്ന അർത്ഥം വരുന്നുണ്ട്. ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവർക്കുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മൾ ശ്രാദ്ധം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ശ്രദ്ധയോടെ ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ ശ്രദ്ധാചമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരലോക അസ്തി ഇതി ബുദ്ധി, ഇത് വിശ്വാസ, പരലോകം ഉണ്ട് എന്നർത്ഥം. മരണാനന്തര ജീവിതം അഥവാ ഇഹലോകം മാത്രമല്ല പരലോകമുണ്ട്. സ്വർഗ നരക ചിന്തകൾ അതും എന്തു തന്നെയാണ്? വേദോക്തമാണ്. വേദം എന്താണ്? സത്യം. വേദോക്തമായത് എന്താണ്? പരലോകം, മോക്ഷം എന്നീ വിശ്വാസങ്ങൾ എനിക്കുണ്ടാവട്ടെ എന്നർത്ഥം. ശ്രദ്ധാചമേ, അപ്പോൾ ഇവിടെ വൃദ്ധജമേ വൃദ്ധിച്ചവേ, ജ്ഞാനസമ്പാദനം, വൃദ്ധം ചമേ ജ്ഞാനിയാവട്ടെ എന്നർത്ഥം. പിന്നെ വൃദ്ധിശമേ, ആ ജ്ഞാനത്തിൻ്റെ ഉത്കർഷം ഉണ്ടാവട്ടെ, അഭിവൃദ്ധി ഉണ്ടാവട്ടെ, പിന്നെ സമ്പത്തും ഉണ്ടാവട്ടെ മെറ്റീരിയലായിട്ടുള്ളത്. പിന്നെ സത്യം, സത്യം മാത്രം ഞാൻ സംസാരിക്കട്ടെ, വൈദികമായിട്ടുള്ള കാര്യങ്ങളാണത്. വേദം സത്യമാണെന്നുള്ള അർത്ഥം. പിന്നെ ശ്രദ്ധാചമേ, ഇഹ പരലോകത്തിലുള്ള വിശ്വാസങ്ങളാണ്. അപ്പോൾ ഇത് മുഴുവനും ഈ 4 കൊണ്ട് എന്തുദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്? ഏത്? വൃദ്ധഞ്ചമേ വൃദ്ധിച്ചമേ സത്യഞ്ചമേ ശ്രദ്ധാചമേ, ഇവൾ കൊണ്ട് വേദശാസ്ത്ര പഠനം, വേദപഠനം, ഇത് പഠിക്കാനുള്ള കഴിവുണ്ടാവട്ടെ, അപ്രകാരം എനിക്ക് അറിവുണ്ടാവട്ടെ, അത് പ്രകാരം എനിക്ക് ഹോമാദി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. അത് പിന്നീട് സ്പെസിഫിക്കായിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ജഗശ്ചമേ, ജഗത് ചമേ, ജഗച്ഛമേ, ജഗത്. ജഗത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവജാലങ്ങളാണ് ജഗത്ത്, ലോകം എന്നർത്ഥം ജഗത്ത്. അപ്പോൾ ജംഗമാത്മകം, ചലിക്കുന്ന വസ്തുക്കൾ, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയണത്. സ്ഥാവര ജംഗമം, അപ്പോൾ സ്ഥാവരം എന്ന് പറഞ്ഞാൽ സ്ഥിരമാണല്ലോ, ഇളക്കാൻ പറ്റാത്ത സാധനങ്ങൾ, ഗൃഹം പോലുള്ള സാധനങ്ങൾ ഇളക്കാൻ പറ്റാത്തതാണ്. ജംഗമം എന്ന് പറഞ്ഞെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ജഗശമയം എന്ന് പറഞ്ഞെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത് സാധനങ്ങളെ എനിക്ക് തന്നാലെന്നാണ് അർത്ഥമുള്ളത്. ദീയത എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കൽപ്പത, എനിക്ക് തന്നാലും എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്താണ്? ഗവാദി, പശുക്കൾ, ഗോക്കൾ തുടങ്ങിയ സമ്പത്താണ്, ഗോക്കൾ സമ്പത്താണ്. ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ടതിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഗോസമ്പത്ത്. അപ്പോൾ ഇവിടെ ജഗച്ഛമേ, ജഗത് ക്ഷമേ, മമ ജഗത്, ഏത്? ഗവാദി, ഗോക്കൾ തുടങ്ങിയവ ലഭ്യമാക്കിയാലും. ഒരാളുടെ സമ്പത്തിന് ഈ കൃഷിസ്ഥലങ്ങളും അതുപോലെ ഗോക്കളും അതിലൊക്കെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പശുക്കൾ എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറയുന്നത് സമ്പത്ത് തന്നെയാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജഗശ്ചമേ, ജഗത്. പിന്നെ ധനം ചമേ, പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ധനം ചമേ. ധനം എന്ന് പറഞ്ഞാൽ സമ്പത്ത്. സമ്പത്ത് പറഞ്ഞെങ്കിൽ സുവർണാദി വസ്തുനി, സുവർണം തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ, അതാണ് ധനം കൊണ്ട് ഉദ്ദേശിച്ചത്. സ്വർണം, വിലപിടിപ്പൊക്കെ ഉള്ള കല്ലുകൾ, ഇവകളൊക്കെയാണ് ധനം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ധനം ചമേ. പിന്നുള്ളത് വശശ്ചമേ. വശശ്ചമേ എന്ന് പറഞ്ഞാൽ വശീകരിക്കാനുള്ള കഴിവ്. ജനങ്ങൾ മുഴുവനും എന്നെ ഇഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. സമൂഹത്തിൽ എനിക്ക് ബഹുമാനവും സ്നേഹവുമൊക്കെ കിട്ടിയാൽ മാത്രമേ ഒരു
സൗഭാഗ്യകരമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട്, ഒരു തൃപ്തികരമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് ഏത് മനുഷ്യനും സാധ്യമാവുകയുള്ളൂ. അപ്പോൾ വശശ്രമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവാധീനത്വം എന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ കീഴെ വരിക. വശീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ കീഴിലൊക്കെ ആവുകയാണ് ഞാൻ. ഒരാൾക്ക് എന്നോട് ഭയങ്കരമായി ഇഷ്ടം തോന്നുകയാണെങ്കിൽ എല്ലാ ജനം മുഴുവൻ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവരെല്ലാം എൻ്റെ കീഴിലാണ്, അവരുടെ മേലെ എനിക്ക് ആധിപത്യം. അതാണ് ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും. അപ്പോൾ വശശ്രമയെ ആ വശീകരിക്കാനുള്ള, അഥവാ ജനങ്ങളെല്ലാം തന്നെ സമൂഹം എനിക്ക് വശപ്പെടട്ടെ, അത്തരത്തിലുള്ള കണ്ടീഷനെ തരട്ടെ എന്നർത്ഥം. വശശ്രമേ തുഷിഷ്ടമേ. തുഷി എന്ന് പറഞ്ഞാൽ ശരീരകാന്തി, ശോഭന ശരീരം, സുന്ദരമായിട്ടുള്ള ഒരു ശരീരത്തെ തന്നാലും തുഷിച്ചമേ തുഷി. പിന്നെ ക്രീഡാചമേ, മനുഷ്യനായി ജീവിക്കണമെങ്കിൽ വിനോദങ്ങൾ ഏർപ്പെടേണ്ടിയിരിക്കുന്നു. ഈ പഴയ കാലങ്ങളിലൊക്കെ വിനോദം എന്ന് പറയുന്നത് ഇപ്പോൾ രാജാക്കന്മാരൊക്കെ ആവുകയാണെങ്കിൽ എന്താണ് അക്ഷദ്യൂതാദി വിനോദക്രീഡ. അക്ഷം പറഞ്ഞെങ്കിൽ മറ്റേ ചൂതുകളി, പകിടകളി പണ്ടുള്ളവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൃഗയാ വിനോദം, വേട്ടയ്ക്ക് പോവുക, രാജാക്കന്മാരൊക്കെ പോയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള സന്ദർഭവും എനിക്ക് ലഭ്യമാക്കി തന്നാലും, അപ്പോൾ വിനോദങ്ങളുള്ള അവസരം ഉണ്ടായാൽ പോരാ, ആ വിനോദങ്ങളിൽ പങ്കെടുക്കുകയും വേണം. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടേണ്ടിയിരിക്കുന്നു? സന്തോഷം കിട്ടേണ്ടിയിരിക്കുന്നു. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ക്രീഡാചമേ, വിനോദോപാധികൾ തന്നാൽ. പിന്നെ മോദശ്ചമേ, മോദം എന്ന് പറഞ്ഞാൽ സന്തോഷം. അത് തജ്ജന്യോ ക്രീഡാജന്യോ ഹർഷഹ, ഈ ക്രീഡകളിൽ നിന്നും വിനോദജന്യ ഹർഷഹ, ഈ വിനോദങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഹർഷം, സന്തോഷം എനിക്ക് കിട്ടണം. അപ്പോൾ വിനോദം, ക്രീഡിക്കാനായിട്ടുള്ള വിനോദങ്ങൾ ഏർപ്പെടാനുള്ള അവസരങ്ങൾ, വസ്തുക്കൾ അത് ലഭ്യമാക്കി തരണം. പിന്നെയുള്ളത് മോദശമേ തജ്ജന്യോ ഹർഷഹ, സന്തോഷ, അതിൽ നിന്ന് എനിക്ക് സന്തോഷവും ലഭിക്കണം. മോദഹ, സന്തോഷം. ജാതം ചമേ, ജാതം ജനിക്കപ്പെട്ടതെന്നർത്ഥം, ജനിച്ചത്. അത് പൂർവസിദ്ധ അപത്യം. അപത്യം പറഞ്ഞാൽ കുട്ടികൾ, പൂർവസിദ്ധ അപത്യം, നേരത്തെ ഉണ്ടായി ജനിച്ചിരിക്കുന്നവർ, നേരത്തെ ഞാനിപ്പോൾ ഓൾറെഡി ജനിച്ചിരിക്കുന്നു എന്നർത്ഥം, പൂർവികന്മാരെന്നർത്ഥം. അപ്പോൾ ഇവിടെ ജാതം ജമേ, ഓൾറെഡി ജനിക്കപ്പെട്ടതും ജാതം ജമേ. പിന്നെ ജനിഷ്യമാണ്, ഇനി ജനിക്കാൻ പോകുന്നതും എന്തായിരിക്കണം? സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അതാണ് ജാതം ജമേ, ജനിക്കപ്പെട്ടത്, ഇതുവരെ ജനിച്ചവർ, എൻ്റെ പരമ്പരയിൽ ജനിച്ചവർ ഞാനടക്കം. ജനിഷ്യമാണം ചമേ, അടുത്തത് ജനിഷ്യമാണം ചമേ, ഇനി ജനിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത്, ഇനിയിലൂടെ വരാൻ പോകുന്ന പരമ്പരകൾ, ഇവയെല്ലാം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കണം എന്നർത്ഥം. ഇവയെല്ലാം തന്നെ കാത്തുകൊള്ളപ്പെടണം എന്നർത്ഥം. ആണ് ജാതം ചമേ. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ പാരമ്പര്യവും ആണ് ജനിക്കപ്പെട്ടത്, ഇതുവരെ ജനിച്ച സന്തതികൾ എന്നർത്ഥം, ഞാനടക്കം. ജനിഷ്യമാണം ഇനി ജനിക്കാൻ പോകുന്ന സന്തതികൾ, അപ്പോൾ പരമ്പര മുഴുവനാവും. ഇവയെല്ലാം തന്നെ ആരോഗ്യകരമായിട്ടും അതുപോലെ തന്നെ ആയുസ്സോടുകൂടിയും അവിഛിന്നമായിട്ടും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ എന്നർത്ഥം. സൂക്തം ചമേ, സൂക്തം എന്താണ്? സൂക്തം എന്നുണ്ടെങ്കിൽ മന്ത്രങ്ങളാണ്, ഈശ്വരനെ പ്രസാദിപ്പിക്കാനുള്ള മന്ത്രങ്ങളാണ്, സ്തുതികളാണ്. അപ്പോൾ ഇവിടെ വേദമന്ത്രങ്ങളാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ശ്ലോകം, ഋക് സമൂഹങ്ങൾ, ഋഗ്വേദം എന്ന് പറഞ്ഞാൽ ശ്ലോക രൂപത്തിലുള്ളതാണ്. യജുർവേദം എന്ന് പറയുന്ന യജുക്കളാണ്. യജുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസ് സ്റ്റൈലാണ്, അതിൻ്റെ പ്രോസാണ് ശരിക്കും പറയുകയാണെങ്കിൽ, അത് ഈണത്തിൽ ചൊല്ലുന്നു എന്ന് മാത്രം. സാമവേദം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ സംഗീതാത്മകമായിട്ട് ചൊല്ലുന്നതാണ്.
ഇതിനെല്ലാം റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഋഗ്വേദം തന്നെയാണ്. അതിൽ നിന്നും ഋഗ്വേദത്തിൻ്റെ 50% കൂടുതൽ യജുർവേദത്തിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഭാഗങ്ങൾ സാമവേദത്തിലും അഥർവവേദത്തിലുമുണ്ട്. അപ്പോൾ ഇവിടെ ഋക് സമൂഹങ്ങളാണ് ശ്ലോകരൂപത്തിലായിട്ടുള്ളത്. അപ്പോൾ ശ്ലോകം എന്ന് പറഞ്ഞാൽ ഋക്ക് മന്ത്രങ്ങളാണ്, ഋക്കുകളാണ്. അപ്പോൾ ഈ വേദമന്ത്രങ്ങൾ ശ്ലോകം ചമേ അത് ചൊല്ലാനായിട്ട് സാധിക്കണം. അത് വേണ്ട വിധത്തിൽ ചൊല്ലാനുള്ള മനസ്സും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മന്ത്രങ്ങൾ ഉച്ചരിക്കാനായിട്ട് ഈശ്വര ഭക്തി എന്ന് പറയുന്നത് അതുണ്ടാവാനായിട്ടും നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സൂക്തം ജമേ, ഈ സൂക്തങ്ങൾ ചൊല്ലാനായിട്ടുള്ള ഒരു കഴിവ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. അപ്പോൾ സൂക്തം ശ്ലോകങ്ങൾ തന്നാലും എന്നർത്ഥം. ഇവിടുത്തെ പ്രത്യേകിച്ച് തരാനില്ല, കാരണം ഓൾറെഡി ഇവിടെയുണ്ട് ശ്ലോകങ്ങൾ. അത് വേദമന്ത്രങ്ങൾ, അത് ചൊല്ലാനായിട്ടുള്ള ഒരു കഴിവാണ് ശ്ലോകം ചമേ. ആ ശ്ലോകങ്ങൾ പഠിക്കാനായിട്ടും ചൊല്ലാനായിട്ടും കഴിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ശ്ലോകം ചമേ. ശ്ലോകം കൽപ്പതാം ദീയത എന്ന ശ്ലോകങ്ങളെ തന്നാലും നല്ല ശ്ലോകങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ശ്ലോകങ്ങളെ വേണ്ട വിധത്തിൽ ആ മന്ത്രങ്ങൾ ഉച്ചരിക്കാനായിട്ട് സാധിക്കണം എന്നർത്ഥം. സുകൃതം ചമേ, സുകൃതം സത്കർമ്മ നല്ല കർമ്മങ്ങളാണ് സുകൃതം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ മന്ത്രജപേന ലബ്ധ ഗുണഫലം, അതാണ് സുകൃതം ലഭിക്കട്ടെ. സുകൃതം സത്കർമ്മം എന്ന് പറയുന്ന അവസ്ഥയിൽ സത്കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എന്താണ് ഈശ്വരീയ മന്ത്രങ്ങൾ, ഹോമാദി കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുക. പിന്നെ സമൂഹത്തിന് നല്ലതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുക. സമൂഹത്തിന് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക, അതും കർമ്മത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് സ്പിരിച്വലായിട്ട് വരുന്ന അവസരത്തിൽ, ആധ്യാത്മികമായിട്ട് വരുന്ന അവസരത്തിൽ ഈശ്വരാരാധനയാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃതം എന്ന് പറഞ്ഞാൽ സത്കർമ്മങ്ങൾ ചെയ്യുക വഴി, സത്കർമ്മങ്ങളെന്നാൽ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക. അതുപോലെ തന്നെ ധർമ്മപഥത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, മറ്റുള്ളവർക്ക് ഇല്ലാത്തതിനെ സഹായിക്കുക എന്ന് അർത്ഥമുണ്ടല്ലോ. ഇല്ലാത്തവനെ സഹായിക്കുക, കഷ്ടപ്പെടുന്നവനെ സഹായിക്കുക, കഷ്ടപ്പെടുന്നതിനെ ഉദ്ധരിക്കുക, ഇതൊക്കെ ധർമ്മപഥത്തിൽപ്പെട്ടതാണ്. ധർമ്മമാർഗത്തിൽ വരുന്ന അഥവാ ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ. അതോടൊപ്പം എന്തും കൂടിയുണ്ട്, ഈ മന്ത്രങ്ങൾ ഈശ്വരാരാധനയും വൈദിക മന്ത്ര ഉച്ചാരണവും ജപവും അതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ സുകൃതം സത്കർമ്മം, ഈ സത്കർമ്മങ്ങൾ ചെയ്യുക വഴി, സത്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ സുകൃതം ചമേ സത്കർമ്മങ്ങൾ. അപ്പോൾ സുകൃതം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടത് എന്ന് വരുന്നു. സുകൃതം സത്കർമ്മങ്ങൾ ചെയ്യപ്പെട്ട ആ സത്കർമ്മങ്ങളുടെ ഗുണഫലങ്ങൾ ലഭ്യമാക്കിയാലും എന്നർത്ഥം. ആ ഗുണഫലങ്ങൾ എനിക്ക് ലഭ്യമാക്കിയാലും എന്നർത്ഥം. ഇനി വിത്തം എന്ന് പറഞ്ഞാൽ സമ്പത്താണ് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനു മുമ്പും വിത്തം ധനം ഒരുപാട് തവണ വന്നതുകൊണ്ട് വിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിത്തം വേദ്യം ഭൂതം ഭവിഷ്യത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിത്തം പൂർവ്വലബ്ധം ധനം, നേരത്തെ തന്നെ കൈവശമുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കൈവശമുള്ള ധനം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതും ഇപ്പോൾ നിലവിലുള്ള ധനം, അത് വിത്തം. പിന്നെ വേദ്യം, ഈ വേദ്യം എന്ന് പറഞ്ഞാൽ ഇതപ്പുറം ലബ്ധവ്യം സമ്പത്തിക്ക് ധനം, സമ്പത്തിക്ക് ധനം, ഇതപ്പുറം ലബ്ധവ്യം, ഇനി അങ്ങോട്ട് കിട്ടാനുള്ള ഞാൻ സമ്പാദിക്കാൻ പോകുന്ന ധനം, ഇവകളെല്ലാം ഉണ്ടാവട്ടെ എന്നർത്ഥം. പിന്നെ ഭൂതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്, പൂർവ്വലബ്ധം നേരത്തെ ഇതിന് മുമ്പ് സമ്പാദിക്കപ്പെട്ട ധനം, തലമുറകളായിട്ട് വരുന്നത് ധനം. പിന്നെ ഭവിഷ്യത് ഫ്യൂച്ചർ, ഭാവി കാലത്ത് സമ്പാദിക്കപ്പെടുന്നത് ധനം. അപ്പോൾ ഇതിലെ വിത്തം നേരത്തെ തന്നെ എൻ്റെ കൈവശമുള്ളത്, വേദ്യം ഇനി അങ്ങോട്ടേക്ക് സമ്പാദിക്കണം, ഇതപ്പുറം ലബ്ധവ്യം സമ്പാദിതവ്യം ധനം, സമ്പാദിക്കാൻ പോകുന്ന ധനം. പിന്നെയുള്ള ഭൂതം, നേരത്തെ ഓൾറെഡി അതും അതുതന്നെയാണ് ഭൂതം, കഴിഞ്ഞു പോയത് തന്നെ ഓൾറെഡി പാരമ്പര്യമായിട്ട് സമ്പാദിക്കപ്പെട്ടിരിക്കുന്ന വെച്ചിരിക്കുന്ന അർത്ഥം. ഭവിഷ്യത്തി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ, ഭാവിയും. അപ്പോൾ ഭവിഷ്യച്ചമേ ഭാവിയെ എനിക്ക് തന്നാലും നല്ല ഭാവിയെ തന്നാലും എന്നർത്ഥം. അപ്പോൾ ഇവിടെ സമ്പാദിക്കപ്പെടണം, ഇതുവരെയുള്ള സമ്പാദ്യവും ഇനി സമ്പാദിക്കാൻ പോകുന്നതും നേരത്തെ തന്നെ സമ്പാദിക്കപ്പെട്ടതും ഭൂതം
പിന്നെ ഭവിഷ്യകാലത്തും എന്തായിരിക്കണം? ഈ സമ്പത്തുകൾ ഉണ്ടായിരിക്കണം എന്നർത്ഥം. എൻ്റെ ജീവിതകാലം മുഴുവനും ആജീവനം മമ ആജീവനം മമ സമ്പത്തി ദദ്യതാം എന്നർത്ഥം. യഥേഷ്ടം ഇഷ്ടം പോലെ ദദ്യതാം, പ്രഭൂതം ധനം ദദ്യതാം. ആജീവനം ജീവനകാലം മുഴുവനും എനിക്ക് ഈ സമ്പത്തുകൾ ഉണ്ടായിരിക്കട്ടെ, സമ്പാദിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ അർത്ഥം വരും. വിത്തെന്ന് പറഞ്ഞാൽ ധനം, ഇപ്പോൾ കൈവശമുള്ളത്. വേജന ഇനി സമ്പാദിക്കാൻ പോകുന്നത്, ഭൂതം നേരത്തെ തന്നെ സമ്പാദിക്കപ്പെട്ടത്, ഭവിഷ്യത്ത് ഫ്യൂച്ചർ. അപ്പോൾ ഈ 3 കാലങ്ങളിലും ഈ നേടിയ സമ്പത്തുകളും നേടുന്ന സമ്പത്തുകളും നേടാൻ പോകുന്ന സമ്പത്തുകളും എങ്ങനെ കേടുകൂടാതെ അങ്ങനെ ഇരിക്കട്ടെ, നല്ല രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന ആജീവനം മമ ജീവിതകാലം മുഴുവനും എനിക്ക് മമ സമ്പത്തി ഹിദ്യതാം, സമ്പത്ത് തരപ്പെടട്ടെ എന്നർത്ഥം. അടുത്തത് സുഖം ചമേ സുഖം സുഖേന ജീവാനി ബന്ധുമിത്രാദി മധ്യേ സന്തോഷജനക ഗ്രാമേ അല്ലെങ്കിൽ ദേശേ, അതായത് മമ ദേശം സന്തോഷജനകം സ്യാത് എന്നർത്ഥം. ഇതാണ് സുഖം. സുഖമല്ല, സുഖം ഗാവാണ്. ഗോ എന്ന് പറഞ്ഞാൽ ഗ. അപ്പോൾ ഇവിടെ സുഷ്ഠു ഗന്ധവ്യം, സുഖകരമായിട്ട് ജീവിക്കാനായിട്ട് കഴിയുക. എങ്ങനെയുള്ളതായിരിക്കണം? അപ്പോൾ സുഖേന ജീവാനി, സുഖമായിട്ട് ജീവിക്കണം. ബന്ധുമിത്രാദി മധ്യേ, ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും ഇടയിൽ സുഖമായിട്ടുള്ളൊരു ജീവിതം, അതാണ് സുഖം എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അഥവാ സന്തോഷജന്യം ദേശം, സന്തോഷകരം ദേശം. മമ ദേശം സന്തോഷകരം ഭവതു. ഇപ്പോൾ ദേശം വിട്ടുപോകാൻ പറ്റില്ല, ജനകം ദേശത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഇരിക്കുന്ന സമൂഹം തന്നെ, ആ പ്രദേശം തന്നെ സന്തോഷജനകമാവട്ടെ. അപ്പോൾ ബന്ധുമിത്രാദി മധ്യേ ജീവാനി, ബന്ധുമിത്രാദി മധ്യേ ജീവിക്കണം. പിന്നെ എൻ്റെ പ്രദേശവും സന്തോഷകരം ഭവതു, എൻ്റെ ദേശവും സന്തോഷകരമായി തീരണം. അപ്പം സന്തോഷകരമായ ദേശത്ത്, എൻ്റെ ദേശം സന്തോഷകരമായിരിക്കണം. ബന്ധുമിത്രാദികളോടൊപ്പം സന്തോഷത്തോടുകൂടെ ജീവിക്കാനായിട്ട് സാധിക്കണം ആ ജീവിതകാലം മുഴുവനും. അതാണ് സുഖം ചമേ. പിന്നെ സുപഥം ചമേ, സുപഥം എന്ന് പറഞ്ഞാൽ ധർമ്മമാർഗം, മോക്ഷമാർഗം. പഥം മാർഗം, വഴി. നല്ല വഴിയിലൂടെ സഞ്ചരിക്കണം. അബദ്ധസഞ്ചാരം പാടില്ല, എനിക്കങ്ങനെ തോന്നരുതെന്നർത്ഥം. പിന്നെയുള്ളത് എൻ്റെ മാർഗങ്ങൾ ശത്രുരഹിതം ഭവതു, എൻ്റെ വഴികൾ ശത്രുരഹിതമായി തീരട്ടെ. അപ്പോഴേ സുഖകരമായിട്ടൊരു ജീവിതം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ സുബദ്ധം ധർമ്മമാർഗം ചരാനി. എൻ്റെ മൂവ്മെൻറ്റ്, എൻ്റെ ജീവിതം ധർമ്മമാർഗത്തിലൂടെ ആവട്ടെ, മോക്ഷമാർഗത്തിലൂടെ ആവട്ടെ എന്നർത്ഥം. സുപഥം നല്ല പഥം, ധർമ്മപഥത്തിലൂടെ. സുപഥം കൽപ്പതാം ദീയതാം, നല്ല പഥത്തെ, നല്ല വഴിയെ തന്നാലും എന്നർത്ഥം. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നതിനായിട്ട് ഞാൻ പ്രേരിപ്പിക്കപ്പെടട്ടെ, എന്നെ പ്രേരിപ്പിച്ചാലെന്നർത്ഥം. അങ്ങനെ ഒരു മനസ്ഥിതിയെ തന്നാലെന്നർത്ഥം. സുപഥം ജമേ ഋദ്ധം. രണ്ടർത്ഥമുണ്ട്. വർദ്ധിതം ധനാധികം ഒന്ന്, ഋദ്ധം ഉത്കർഷമാകുന്ന, അതായത് വൃദ്ധിയെ പ്രാപിക്കുന്ന, ധനവളർച്ച, സാമ്പത്തിക വളർച്ച, ഉത്കർഷം, ഋദ്ധം എന്ന് പറയുന്നത്.
ഋദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഉത്കർഷം എന്ന് പറയുന്ന അവസ്ഥയിൽ സാമ്പത്തികം മാത്രമല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഋദ്ധം എന്ന് പറയുമ്പോൾ അനിഷ്ഠിത കർമ്മഫലം, ഇതുവരെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ, അതായത് ജന്മജന്മാന്തരങ്ങളായി ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലം. ഇവിടെ ഋദ്ധം എന്ന് പറഞ്ഞാൽ ഋദ്ധം എന്ന് പറഞ്ഞാൽ ഹോമാദി കർമ്മങ്ങളെ ഞാൻ ചെയ്യുന്നു. ഞാൻ വേദശാസ്ത്ര വഴികളിലൂടെ നടക്കുന്നവരാണ്. ധർമ്മപഥത്തിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. ഹോമാദി കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നു ഈശ്വരനായിട്ട്, ഈശ്വര സാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ ഈശ്വര പ്രസാദത്തിനായിട്ട്. അപ്പോൾ ഋദ്ധം എന്ന് പറഞ്ഞില്ലെങ്കിൽ അനിഷ്ഠിത കർമ്മഫലം, ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്നതിൻ്റെ കർമ്മഫലത്തെ ലഭ്യമാക്കിയാലും, ഞാൻ നല്ല കർമ്മങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നു, അതിന് നല്ല ഫലത്തെ തന്നാലും. ഋദ്ധം ചമേ ഋദ്ധിഷ്ടമേ, ഋദ്ധ്യഹി എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ചെയ്യാനിരിക്കുന്ന കർമ്മങ്ങൾ, ഇനി ഭാവിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, അതാണ് ഋദ്ധിഷ്ടമേ. അതും ഹോമാദി കർമ്മങ്ങൾ, ധർമ്മപ്രവൃത്തികൾ, ധർമ്മപ്രവൃത്തികൾ, ധർമ്മകർമ്മ, ഇത് ചെയ്യാനായിട്ട് അവസ്ഥയെ ധീയതാം കൽപ്പതാം തന്നാലും എന്നർത്ഥം. ഋദ്ധിഷ്ടമേ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങൾ, ഋദ്ധം ചെയ്ത കർമ്മങ്ങൾ, ഋദ്ധി ഇനി ചെയ്യാൻ പോകുന്ന കർമ്മങ്ങൾ, അതിൻ്റെ ഫലത്തെ തന്നാലും എല്ലാം ഗുണപ്രദമായി തീരട്ടെ, ഗുണമായിട്ടുള്ള ഫലങ്ങളെ എനിക്ക് ബാധിക്കട്ടെ, ധർമ്മപദത്തെ ഞാൻ പ്രാപിക്കട്ടെ എന്നർത്ഥം. ഇനി ക്ലിപ്തം ചമേ, ക്ലിപ്തം ചമേ. ക്ലിപ്തം എന്നെങ്കിൽ ധാർമ്മിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്, ഹോമാദി കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള വസ്തുക്കൾ, സ്വകാര്യക്ഷമ ദ്രവ്യം, സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിന് ക്ഷമതയുള്ള ദ്രവ്യങ്ങൾ തന്നാലും, ഈ പ്രവർത്തനങ്ങൾ, ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും ചെയ്യുന്നതിനായിട്ടുള്ള കർമ്മം ചെയ്യുന്നതിനായിട്ടുള്ള വസ്തുക്കളെ തന്നാലും, ആ വസ്തുക്കൾ എങ്ങനെയുള്ളതായിരിക്കണം? ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് അനുയോജ്യമായിരിക്കണം, ക്ഷമതയുള്ളതായിരിക്കണം എന്നർത്ഥം. അതാണ് ക്ലിപ്തം ചമേ. ഹോമാദി കർമ്മങ്ങൾ, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ദ്രവ്യങ്ങൾ തന്നാലും, ആ ദ്രവ്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ലഭ്യമാകുന്ന ദ്രവ്യങ്ങൾ എന്തുദ്ദേശത്തിനായിട്ട് അത് ഉപയോഗപ്പെടുന്ന ആ ഉപയോഗത്തിന് തക്കതായിരിക്കണം എന്നർത്ഥം, ഇഫക്റ്റീവായിരിക്കണം എന്നർത്ഥം. അപ്പോൾ ക്ലിപ്തം ചമേ, ക്ലിപ്തിച്ചമേ, ക്ലിപ്തിച്ചമേ, കൃത്തി. ഇപ്പോൾ ക്ലിപ്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദ്രവ്യങ്ങൾ തരാനായിട്ട്, ദ്രവ്യങ്ങളെ തന്നാലും, കർമ്മം ചെയ്യാനുള്ള ദ്രവ്യങ്ങളെ തന്നാലും, പിന്നെ തൃപ്തിച്ചമേ, ഈ ദ്രവ്യങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനായിട്ടും എനിക്ക് കഴിയണം. ഉപയോഗമുള്ള വസ്തുക്കൾ ലഭിച്ചു ധർമ്മകർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട്, അതായത് ക്ലിപ്തം. ആ വസ്തുക്കളെ തന്നാലും ആ വസ്തുക്കൾ പിന്നെയോ തൃപ്തിച്ചമേ, അത് വേണ്ട വിധത്തിൽ ഉചിതേന മാർഗേണ ഉപയോഗം കർത്തും, ഉചിതേന മാർഗേണ ഉപയോഗം കർത്തും, ഉചിത മാർഗത്തിൽ ഉപയോഗിക്കാനായിട്ട് ശക്തി, എൻ്റെ ശക്തി മമ എനിക്ക് തന്നാലും, ദദാതു തന്നാലും, ധീയതാം കൽപ്പതാം. മതിശ്ചമേ, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, അറിയാം. സുമതി എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി. അടുത്തത് സുമതിച്ചമേ, മതിശ്ചമേ. മതിശ്ചമേ എന്ന് പറഞ്ഞെങ്കിൽ ബുദ്ധി, എങ്ങനെയുള്ള ബുദ്ധി എന്നുള്ളതാണ്. പദാർത്ഥ മാത്ര നിശ്ചയ ബുദ്ധി. സാധാരണ സംഭവങ്ങളിൽ, സാധാരണ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് മതി ഭരണം എന്ന് പറയുന്നത്, മതിശ്ചമേ. പിന്നെയുള്ളത് സുമതിശ്ചമേ. സുമതി എന്ന് പറഞ്ഞെങ്കിൽ കൂടുതൽ ബുദ്ധി ആവശ്യമുള്ള കാര്യങ്ങൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന അവസ്ഥയിൽ രാജകാര്യങ്ങൾ, സാധാരണ മനുഷ്യന് സാധാരണ കാര്യങ്ങൾ മതിശ്ചമേ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സമൂഹത്തിലെ ഉന്നത സ്ഥാനത്ത് എനിക്ക് തരണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും സ്വാമിത്വം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
വശീകരത്വം വേണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തിൽ ആദരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയൊരു പൊസിഷനിലേക്കാണ് നമ്മൾ എത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, മതിച്ചമേ ചെറിയ കാര്യങ്ങൾ, സാധാരണ മാറ്റേഴ്സ് അതിൽ തീരുമാനമെടുക്കുന്നുള്ള കഴിവ്. പിന്നെ സുമതി എന്ന് പറഞ്ഞാൽ ദുർഘട രാജകാര്യ നിശ്ചയങ്ങൾ, ദുർഘടമായിട്ടുള്ള കഠിനമായിട്ടുള്ള രാജകാര്യങ്ങളിലെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും ഉള്ള കഴിവിനെ സുമതി എനിക്ക് തന്നാലും കൽപ്പതാം. ആണ് രണ്ടാമത്തെ അനുവാദം സമാപ്തം. ആ മന്ത്രം ഒന്നുകൂടെ ചൊല്ലാം. ഓം ജ്യേഷ്ഠ്യം ച മഹാധിപത്യം ച മേ മന്യശ്ച മേ ഭാമശ്ച മേ അമശ്ച മേ അംബശ്ച മേ ജയമാ ച മേ മഹിമാ ച മേ വരിമാ ച മേ പൃഥ്വാ ച മേ വർഷ്മാ ച മേ ദ്രാഗൂയാ ച മേ വൃദ്ധം ച മേ വൃദ്ധിശ്ച മേ സത്യം ച മേ ശ്രദ്ധാ ച മേ ജഗശ്ച മേ ധനം ച മേ വശശ്ച മേ തുഷിശ്ച മേ ക്രീഡാ ച മേ മോദശ്ച മേ ജാതം ച മേ ജനിഷ്യമാണം ച മേ സൂക്തം ച മേ സുഹൃതം ച മേ വിത്തം ച മേ വേദ്യം ച മേ ഭൂതം ച മേ ഭവിഷ്യശ്ച മേ സുഖം ച മേ സുഭധം ച മർദ്ധം ച മർദ്ദിശ്ച മേ കൃത്തം ച മേ കൃത്തിച്ഛ മേ മതിശ്ച മേ സുമതിശ്ച മേ. എല്ലാവർക്കും നമസ്കാരം. മൂന്നാമത്തെ ചമകത്തിലെ മൂന്നാമത്തെ അനുവാദമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓം നമോ ഭഗവതേ രുദ്രായ.